ഹായ്ഡോ മക്കളെ, ഏക്കെയാണ്. എടാ, നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവ് ആൻസർ കിട്ടുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ദുരന്തമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവും. തീർച്ചയായിട്ടും ആവും. ഇങ്ങനെ ഞാൻ കുറേ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്സ്. പക്ഷേ ആ ഫിസിക്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പറയും, എല്ലാവരും അല്ല, 99.9% ആൾക്കാരും പറയും, സാറേ ഫിസിക്സ് കുറച്ച് പ്രശ്നമാണ്, അബദ്ധമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിച്ച്, എന്താണ് കുട്ടിക്ക് ഇങ്ങനെ ഫിസിക്സ് ബുദ്ധിമുട്ടാനുള്ള കാരണം എന്നൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, തിയറി പോർഷൻസ് സിമ്പിളാണ്, രസമായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ നോക്കി, ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ മാത്സിൻ്റെ അത്ര വലിയ പ്രോബ്ലം ഒന്നും നമുക്ക് പഠിക്കാനില്ല. ചില തിയറി വരുമ്പോൾ അതിൻ്റെ കൂടെ 2 ഇക്വേഷൻ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടായിരിക്കും. അതെന്താ ഇത്ര കൺഫ്യൂഷൻ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഞാൻ ഏകദേശം 6ഓളം ടിപ്സ് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഫിസിക്സിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഓൾറെഡി തരുന്നുണ്ട്. സോ എല്ലാവരും പറ്റുമെങ്കിൽ 14 days ഫ്രീ ട്രയലാണ്, വേഗം കയറി വരിക. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. 14 days നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. 5 പൈസ മുടക്കില്ലേ, ഫ്രീ ആണേ. ഞാൻ കൂടുതലിനെ പറ്റി സംസാരിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ പരിഗണിക്കുകയാണേ. നിങ്ങൾക്ക് ഇത്ര ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ചുമ്മാ h = I² RT എന്നാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് എച്ചിൻ്റെ വിലയും ആറിൻ്റെ വിലയും ടീൻ്റെ വിലയൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറയുന്നത് ഐൻ്റെ വിലയാണ്. ഐൻ്റെ വില കണ്ടുപിടിക്കണം. സോ നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്, ഐൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, സ്വാഭാവികമായിട്ടും എച്ചിൻ്റെ സ്ഥാനത്ത് എച്ചിൻ്റെ വില, ആറിൻ്റെ സ്ഥാനത്ത് ആറിൻ്റെ വില, ടീൻ്റെ സ്ഥാനത്ത് ടീൻ്റെ വില അങ്ങനെ കൊടുക്കല്ലേ ചെയ്യാം. അതെല്ലാവർക്കും അറിയാം. ഞാനിതാ ഒന്ന് കൊടുക്കുകയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ 4000 ആണ്. സോ അപ്ലൈ ചെയ്യുന്നു. 4000 ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്, അത് നമുക്ക് വിലയല്ല, കണ്ടുപിടിക്കാം. അപ്പം ഞാൻ അങ്ങനെ തന്നെ I² ഇടുകയാണ്. ഇൻറ്റു എന്ത് വരും, ഇൻറ്റു ആർ എത്രയാണ്, 10 ആണ്. ടി എത്രയാണ്, 25 ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ ഒന്നും ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാൻ സാധിക്കും, 4000 ഈസ് ഈക്വൽ ടു I² ഇൻറ്റു 10 × 25 250 ആണ്. ശരിയല്ലേ? ഇനിയാണ് ചില കുട്ടിയെ കൺഫ്യൂഷൻ ആവാനുള്ളത്. കാരണം നമുക്ക് I² കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ 250നെ അങ്ങോട്ട് കൊണ്ടുപോകണം. ചില ആൾക്കാർ ചെയ്തൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്, ഇവർ നേരെ എങ്ങനെ എടുത്ത് എഴുതും. കാരണം ഇവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലായ്പ്പോഴും ഇടതുഭാഗത്ത് സംഖ്യ ഇട്ടതിന് ശേഷം വലതുഭാഗത്ത് മാത്രമേ ക്രിയകൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ധാരണ പല കുട്ടികൾക്കുണ്ട്. മക്കളെ, അത് വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ അല്ലെങ്കിൽ ആരെയാണോ കണ്ടുപിടിക്കാനുള്ളത് അവരെ നിങ്ങൾ അനക്കാൻ പാടില്ല, അവിടെ തന്നെ വെക്കുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇവനെ, ഈ 250നെ, ഇത് RHS എന്നാ പറയുക, ഇതിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, LHSലേക്ക് കൊണ്ടുവരാൻ വേണ്ടത്, ലെഫ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് 250നെ മൂവ് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? 250 നമ്മൾ മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, ഇത് ആദ്യ കാര്യം പറയാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, ഇൻറ്റു ആണെങ്കിൽ എന്ത് ചെയ്യണം, LHSലേക്ക് മാറുമ്പം സമത്തിൻ്റെ മറുഭാഗത്തേക്ക് പോകുമ്പം ഡിവിഷൻ ആയിട്ട് മാറും, ഇൻറ്റു ഡിവിഷൻ ആയിട്ട് മാറുക ചെയ്യാം. സോ ഇങ്ങോട്ട് പോകുമ്പം 4000 ഇത് അവിടെ തന്നെ ഇട്ട് വെക്കണം, 4000 അവിടെ തന്നെ വേണം. I² അവിടെ തന്നെ മാറ്റിയെടുത്ത് ഇവനെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. സോ ഇങ്ങോട്ട് വരുമ്പം 4000/250 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ഈക്വൽ ടു I². ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു I² എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയും നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇത് നിങ്ങൾ 4000 നിങ്ങൾ 250 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 16 എന്ന് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കി, അത് ഞാൻ ചെയ്യേണ്ടല്ലോ. 16 എന്ന് കിട്ടും. 16 = I² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. I² എന്ന് 16 പറഞ്ഞാലും 16 = I² രണ്ടും കണക്കായതുകൊണ്ട് I² ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതാൻ സാധിക്കും. ശരിയല്ലേ? അപ്പോൾ ഇനി സ്ക്വയർ മാറ്റാൻ എന്ത് ചെയ്യണം, അത് ചില കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മൃഗമാണ്. സ്ക്വയർ മാറ്റാൻ നമ്മൾ റൂട്ട് ഇടുക ചെയ്യുക. I² 16 ആണെങ്കിൽ I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, √16 ആയിരിക്കും. മനസ്സിലാക്കി വെക്കണം.
റൂട്ട് 16 എത്രയാണ്? 4 ആണ്. സോ നമുക്ക് 4 ആംപിയർ എന്ന് കിട്ടും. ഇത് ഒന്നാമത്തെ ഒരു ട്രിക്കാണ്. ട്രിക്കല്ല, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോബ്ലം യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കി ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക. ക്ലിയർ ആണല്ലോ? അത് സെറ്റാന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്കൊരു കാര്യം ഇങ്ങനെ വരികയാണ്. ഇവിടെ പ്ലസ് ഒരു വാല്യൂ വന്നു, പ്ലസ് 300 എന്ന് വന്നു. ഈ പ്ലസ് 300നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്തായിട്ട് മാറുക? അത് മൈനസ് 300 ആയിട്ട് മാറുക ചെയ്യാം. അതറിയാലോ, പ്ലസ് മൈനസ് ആയിട്ടും ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടും തിരിച്ചുമാണ് മാറുക. ഓക്കെ, ഇനി മറ്റൊരു കൺഫ്യൂഷനാണ് 4/24. ഇതേപോലെ സംഖ്യകൾ ഉണ്ടാവും. എങ്ങനെ വേണമെങ്കിലും ആവട്ടെ. ചിലപ്പോൾ മറ്റൊരു വാല്യൂ ഇങ്ങനെ വരുന്നു, 24/100 വരുന്നു, അല്ലെങ്കിൽ 8/2 വരുന്നു. ഇങ്ങനെയൊക്കെ വരാം, ഹരിക്കാൻ എങ്ങനെ വരാലോ. സോ ഇവിടെ ഞാൻ എടുക്കുന്ന വാല്യൂ എന്താണ്? 4/24 ആണ്. 4/24 നിങ്ങൾ എങ്ങനെ എഴുതാറുള്ളത് ഹരിക്കുന്ന സമയത്ത്? ഇവിടെ 2 ഓപ്ഷൻ നിങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യും, 24 ഇങ്ങനെ എഴുതാറുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ എഴുതും. ഇതിലേതാണ് റൈറ്റ് ഓപ്ഷൻ അറിയാവോ? ഇത് എ ആണ്, ഇത് ബി ആണ്. ഇതിലേതാ റൈറ്റ് ഓപ്ഷൻ? നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ റൈറ്റ് ഓപ്ഷൻ ഏതാണ് മക്കളെ. ഇവിടെയുള്ള റൈറ്റ് ഓപ്ഷൻ 4/24 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം 4/24 എഴുതുമ്പോൾ ആദ്യം എഴുതുക 4നെ അല്ലേ, /24. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ആ ചിഹ്നം ആദ്യം ഇങ്ങനെ ഇടുക ചെയ്യുക. എന്നിട്ട് സ്വാഭാവികമായിട്ടും സാധാരണപ്പെട്ട കുട്ടികളൊക്കെ എന്താ ചെയ്യുക? ഉള്ളിലാണ് ആദ്യം എഴുതുക. സോ നമ്മൾ ആദ്യം എഴുതിയ ആള് 4, അവന് ഉള്ളിൽ എഴുതണം, /24 പുറത്തിടണം. കണ്ടോ? 4നെ 24 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. മുകളിലുള്ള ആളെ താഴെയുള്ള ആളെ കൊണ്ട് നമ്മൾ ചെയ്യുക. പല കുട്ടികളും എഴുതും ഇവിടെ 4/24 എന്ന് പറയുമ്പോൾ ഉത്തരം നേരെ 6 കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഉത്തരം 6 എന്ന് എഴുതിയേക്കുന്നത് ഒരുപാട് കുട്ടികളുണ്ട്. അത് തെറ്റാണ്. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നമുക്ക് വെറുതെ ചെയ്തു നോക്കാം. എനിക്കറിയാം, എന്തായാലും ചെയ്തു നോക്കാം. നോക്കൂ, 4 24 പോകില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? പോയിന്റ് ഇട്ടിട്ട് 0 ഇടണം അല്ലേ. 40ൽ 24 ഒരു തവണയേ പോകുള്ളൂ. സോ എത്ര കിട്ടും? 24 ആകും. ബാലൻസ് 16 വരും, 16 വരും. 14 24 പോവില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഒരു 0 ഇടണം. 160ൽ ഏകദേശം 6 തവണയാണ് പോവുക, 144 കിട്ടും. ഇവിടെയും ബാലൻസ് 6. അപ്പോൾ 1 ഇങ്ങനെ പോവുക ചെയ്യാം. ഉത്തരം എത്രയാണ്? 4/24 എന്ന് പറഞ്ഞാൽ 0.166 ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. മനസ്സിലായോ? ഇതും തെറ്റിക്കരുത്. സോ പല കുട്ടികൾക്കും ഇതറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി മനസ്സിലാക്കുക, മറ്റൊരു പ്രശ്നം നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന കാര്യം ഇങ്ങനെയാണ്. കണ്ടോ? ഇത് വേറെ രസമുള്ള കാര്യമാണ്. ഇങ്ങനെ ഉണ്ടാവും, 6.24/2.4. പോയിന്റ് ഉള്ള സംഖ്യകളെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് വിചാരിക്കും. എന്താ നമ്മൾ ചെയ്യാം? എടാ, പോയിന്റ് ഉള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ പോയിന്റ് മാറ്റാൻ ശ്രമിക്കണം. 6.24നെ നമുക്ക് എത്രയാക്കി മാറ്റണം? 624 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 0 ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 6.24 ഇൻറ്റു 100 ആണ് എന്ത്? 624. ഇതെല്ലാവർക്കും അറിയാലോ, സിമ്പിളാണ്. അതേപോലെ ഇവിടെ താഴെ 2.4 ഉണ്ട്. അപ്പോൾ 2.4 ഇൻറ്റു 10 ചെയ്താൽ എത്ര കിട്ടും? 24 കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പോയിന്റിനെ മാറ്റാൻ വേണ്ടി നമ്മൾ 100 കൊണ്ടോ അല്ലെ 10 കൊണ്ടോ ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ 2.4നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി, 6.24നെ 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ അതേ സംഖ്യ കൊണ്ട് മുകളിലും താഴെയും ഒരുപോലെ ഗുണിക്കണം. ഇനി നമുക്ക് 6.24 അല്ലേ, അതിനെ 624 ആക്കണമെന്നെങ്കിൽ ഉറപ്പായിട്ട് 100 കൊണ്ട് ഗുണിക്കണം. 6.24നെ ഞാൻ 10 കൊണ്ട് എത്രയാവുള്ളൂ? 62.4 ആവുള്ളൂ. അപ്പോൾ പിന്നെയും പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് പ്രധാനമായിട്ട് എന്താണ്? ഇവനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. താഴെയുള്ള 2.4നെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചാലും ഒരു കുഴപ്പമില്ല, 240 എന്ന് ഉത്തരം കിട്ടുകയാണ് ചെയ്യുക. വേറെ കുഴപ്പമൊന്നുമില്ല. സോ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും ഒരേ സംഖ്യയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോയിന്റ് ഉള്ള ആളെയാണ് നമ്മൾ മാറ്റുവാൻ വേണ്ടി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ മുകളിൽ 100 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അപ്പോഴാണ് വലിയ സംഖ്യ മാറുന്നത് അല്ലേ. സോ താഴെ എത്ര കൊണ്ട് തന്നെ ഗുണിക്കണം? 100 കൊണ്ട് തന്നെ ഗുണിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 100/100 എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഗുണിക്കുന്നത് ഒരു സംഖ്യയെ
100/100 ഗുണിക്കാൻ എത്രയാണ്? നമ്മൾ ശരിക്കും ഒന്നുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്കിവിടെ ലഭിക്കും 624/24 ഇങ്ങനെ കിട്ടാം. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 2.6 ആണ്. ഒന്ന് ചെയ്ത് നോക്കാണ്ട് കേട്ടോ. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രിക്ക്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പല കുട്ടികളും ചെയ്തൊരു മറ്റൊരു കാര്യമാണ് ഇങ്ങനെ പോയിന്റുള്ള സംഖ്യ ഗുണിക്കുന്ന സാധനം. പോയിന്റുള്ള ഗുണിക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂഷനാണ്. പടച്ചോനെ ഇത് എങ്ങനെ ഗുണിക്കുമോ? ഇവർ ചെയ്യും 6.24 ഇൻറ്റു 2.4 ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അത് ഒന്നാമത്തെ മിസ്റ്റേക്കാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 2.40 എന്ന് വേണം ചെയ്യാൻ. ഇത് ഒന്നാമത്തെ കാര്യം. ക്ലിയർ? അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടും. എത്ര കിട്ടുകയെന്നറിയോ? നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. ഇങ്ങനെ ഒന്നെങ്കിൽ ചെയ്യുക, എന്നിട്ട് പോയിന്റ് ഇടുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാറുണ്ട്. അത് ഒരു പ്രശ്നമില്ല, പോയിന്റ് നേരെ ഇറക്കി ഇട്ടാൽ മതി. ഇനി അതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് വിചാരിക്കും. നേരെ ചെയ്യുക. 624നെ 24 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക. പോയിന്റ് ഇല്ലാതെ അങ്ങോട്ട് ഗുണിക്കുക. സെറ്റാണോ? പോയിന്റ് ഇല്ലാതെ അങ്ങോട്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ അത് ചെയ്യുന്നില്ല, സംഖ്യ മാത്രം എഴുതാം. 14,976 കിട്ടും. എത്ര കിട്ടുക? 14,976 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ് അപ്ലൈ ചെയ്തേ മതിയാവുള്ളൂ. ശരിയല്ലേ? പോയിന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ ഇറക്കി ഉത്തരം കിട്ടുക. കണ്ടോ? ഉത്തരം 14 അങ്ങനെ തന്നെ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കി വെക്കാം. നമ്മുടെ രണ്ട് സംഖ്യകളിലും കൂടി പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കണം. നമ്മുടെ രണ്ട് സംഖ്യകളിലും കൂടി പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ആഫ്റ്റർ പോയിന്റ് 2 പ്ലേസ് ഉണ്ട്, ഇവിടെ ആഫ്റ്റർ പോയിന്റ് 1 പ്ലേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 പ്ലേസ് വരും. സോ അങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ മതി. 3 പ്ലേസ് മാറ്റി കുത്തിടണം. അതായത് പോയിന്റിന് ശേഷം 3 സ്ഥാനം. അപ്പം ഉത്തരം എന്താ കിട്ടുക? 14.976 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഗുണിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ആ പോയിന്റ് നോക്കി കുത്തിടുന്നത് മാത്രമേ പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സെറ്റാണോ? ഇനിയാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ എല്ലാവരും ചെയ്തൊരു കാര്യം ഞാൻ കാണിച്ചതാ. 4000 എന്ന് എഴുതും, എന്നിട്ട് 200 എന്ന് എഴുതും, എന്നിട്ട് 0.0 0.0 0.0 0.0 0.0 0.0 4.0 0 2.0 0 0.0 0.0 428 എവിടെയും 0, പിന്നെ 2.0 2.0 2.0 428 ഇങ്ങനെ എഴുതും മക്കളെ. ഇങ്ങനെ എഴുതരുത്. അമ്മോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. സീറോസ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ വെക്കുക. 1 2 3 4 5 0. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സംഖ്യകളാരാ? 4ഉം 2ഉം. 4 2 എത്ര? 8. എത്ര മൊത്തം പൂജ്യങ്ങളുണ്ട്? 5 0. 1 2 3 4 5. അതാ ചെയ്തത്. 8. 1 2 3 4 5 0. ഇതാണ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. സോ ഇത് ചെയ്യാതെ കുത്തിരിക്കും. അല്ലാ, പ്രാന്താവും മക്കളെ. സോ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കൃത്യമായിട്ട് വേഗം സീറോസ് ടോട്ടൽ കൗണ്ട് ചെയ്യുക. അത് ആൻസർ ഇട്ട് വയ്ക്കുക. സംഖ്യകൾ ഗുണിച്ചിടാം. ഇനി ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനൊരു സംഖ്യ വന്നു. 400നെ നിങ്ങൾ 400നെ ആക്കണ്ട, 424നെ 100 കൊണ്ട് ഗുണിക്കുകയാണ്. അല്ല, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നു. സോ 100 1000 10 ഇങ്ങനെയുള്ള ഡിവൈഡ് ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി. ശരിക്കും ഇത് എങ്ങനെയാണെന്നറിയോ? 424 അതാണ് സംഖ്യ ബൈ 100. ഇതാണ് കിട്ടുക. മനസ്സിലാക്കി വെക്കണേ. 424 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് 424 പോയിന്റ് ശരിക്കും 00 എന്നുണ്ട്. പക്ഷെ നമുക്കൊരു 0 ഇട്ടാൽ മതി. നിങ്ങളൊരു കടയിൽ പോയി എന്തൊരു സാധനം വാങ്ങി അതിൻ്റെ ബില്ല് നമുക്ക് തരൂലേ? അപ്പം 420 രൂപയായിട്ട് എന്ത് വിചാരിക്കും? 424.00 എന്നുണ്ടാവും എൻ്റെ കൂടെ. അതാണ് കാര്യം. സോ ഏതൊരു പൂർണ്ണസംഖ്യേൻ്റെ വലതുഭാഗത്ത് എന്തുണ്ടാവും? ഒരു പോയിന്റ് ഉണ്ടാവും. അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമ്മൾ ഹരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയാറുള്ളത്, ഞാൻ ആദ്യം 0 കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിക്കാൻ അർത്ഥം സ്ഥാനം 10 അല്ലേ? 10 അല്ലേ? 10 100 അങ്ങനെയല്ലേ പോവാം. സോ അതേപോലെ വിചാരിക്കുകയാണ്. ഞാൻ ആദ്യം ഈ 0 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റി കുത്തിടണം. അപ്പോൾ 42.4 എന്നായിട്ട് മാറി. ശരിയല്ലേ? ബാക്കി 10. ഇനി ഈ 10 കൊണ്ട് ഈ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് മാറുക. അപ്പോൾ എനിക്ക് എത്ര ഉത്തരം കിട്ടുന്നു? 4.24. ഇതാണ് ഉത്തരം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 42.4/100 എങ്ങനെ ചെയ്യും? ഞാൻ ആദ്യം 0 കട്ട് ചെയ്യുന്നു, പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കുത്തിടുന്നു, അടുത്ത കട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് മാറ്റി കുത്തിടുന്നു. എത്ര ഉത്തരം കിട്ടി? ഉത്തരം കിട്ടിയത്
4 അല്ലേ, 0.424 ഇവിടെ 0.424. സോ ഇത്തരം ട്രിക്കുകൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം മക്കളെ. ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കൃത്യമായിട്ട് പഠിച്ചേ മതിയാവുള്ളൂ. ആ കണക്കുകളാണ് ഫിസിക്സിലെ നിങ്ങൾക്ക് കീറാമുട്ടിയായി നിൽക്കുന്ന കാര്യങ്ങൾ. സോ നമ്മൾ ഏഗണിലെ ലേണിംഗ് ആപ്പിൽ കൃത്യമായിട്ട് ഓരോ കണക്കും എങ്ങനെ ചെയ്യാം, അതിൻ്റെ ട്രിക്ക് എന്താണ്, അതിൻ്റെ ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോകുന്നത്. സോ മസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. അതേപോലെ ഞാനൊരു നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് തരികയാണ്. ഇത് ഏത് ക്വസ്റ്റ്യൻ വെച്ച് തരാം ഞാൻ നോക്കട്ടെ. നിങ്ങളിത് ചെയ്താൽ മതി. 2 ചോദ്യം ഞാൻ തരാം. ഒന്നാമത്തെ ചോദ്യം ഇതായിക്കോട്ടെ. 6/36 ഇതൊന്ന്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം 6.2/3.86 ഇത് രണ്ടും ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ചെയ്ത് അയക്കണം. കേട്ടല്ലോ? സെറ്റാണ്. സോ സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.